കൊല്ലം പാതാരം മാ വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് ശശമംഗള മഹായാഗത്തിന് തുടക്കമായി. 108 പ്രമുഖ സന്യാസികളാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. ശനീശ്വര പ്രീതിക്ക് വേണ്ടി നടത്തുന്ന മഹായാഗം മെയ് 29 വരെ നീണ്ടു നിൽക്കും. യാഗത്തിന്റെ ഉദ്ഘാടന സഭ നടക്കുകയാണ്. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, നിലവിൽ എന്തൊക്കെയാണ് ചടങ്ങുകളൊക്കെ? ഒരു ചരിത്രപരമായ ഒരു യാഗത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഹിന്ദു പാരമ്പര്യം അനുസരിച്ച്, വേദപാരമ്പര്യം അല്ലെങ്കിൽ യാഗപാരമ്പര്യങ്ങളൊക്കെ അനുസരിച്ച് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു യാഗമാണ് ഈ ശശമംഗള മഹായാഗം എന്ന് പറഞ്ഞാൽ. ഒരു ചരിത്രത്തിൻ്റെയൊക്കെ ഏഴിലേക്ക് പോകുമ്പോൾ വിശ്വാസ പാരമ്പര്യങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം നടത്തപ്പെട്ടിട്ടുള്ള ഒരു യാഗമാണ് ഈ ശശമംഗള മഹായാഗം. ഈ മഹായാഗത്തെ പറ്റി സംസാരിക്കാൻ ഇവിടെ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികൾ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാമി, ഈ ഒരു യാഗത്തിൻ്റെ അതിൻ്റെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു പ്രാധാന്യം എന്താണ്? ലോകശാന്തി, സമാധാനം, സമത്വം, സാഹോദര്യം, സന്തോഷം, സംതൃപ്തി, സർവ രോഗനിവാരണം, പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളെ രക്ഷിക്കുക, സർവചരാചരങ്ങളെയും ഏകോപിപ്പിക്കുക എന്ന 12ലധികം ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിമഹത്തായി ജാതിക്കും കുലത്തിനും കുടുംബത്തിനും വർഗത്തിനും ഗോത്രത്തിനും വർണ്ണത്തിനും അതീതമായി മാനവരാശിയെ മുഴുവനും സംരക്ഷിക്കാവുന്ന അതിമഹത്തായ രുദ്ര മഹാദേവൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന യാഗമാണ് ശശമംഗള മഹായാഗം. ഈ യാഗം കേരളത്തിലെ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ജില്ലയായ കൊല്ലം ജില്ലയിൽ നടത്തുവാൻ സൗഭാഗ്യം ലഭിച്ച മഹാത്മാക്കളാണ്, സന്യാസിശ്രേഷ്ഠന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഋഷീശ്വരന്മാരുടെ കൈകൾ കൊണ്ടാണ് യാഗയജ്ഞങ്ങൾ നടത്തേണ്ടത്. 11 പ്രാവശ്യം നിത്യേന പാരായണം ചെയ്ത് 11 കുണ്ടങ്ങളിൽ 11 ആചാര്യന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ യാഗം ശശമംഗള മഹായാഗം എന്ന 5 യോഗങ്ങളെ ചേർത്തുകൊണ്ട് ജീവരാശികളെ മുഴുവനും ഏകോപിപ്പിക്കാനായും സർവചരാചരങ്ങളെയും ഏകീകരിക്കാനുമായി നടത്തുന്ന ഏക യജ്ഞമാണ്. ഇതിൻ്റെ ആചാര്യൻ വൈഷ്ണവോദേവി മഹാദേവിയെയും നവഗ്രഹങ്ങളെയും ഉപാസിച്ച് അതിൽ നിന്നും കിട്ടിയ കൽപ്പന പ്രകാരമാണ് ഈ മഹത്തായ യജ്ഞം നടത്തുന്നത്. സാധുദർശനം, പാപവിമോചനം. ആദ്യത്തെ ദിവസം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ യാഗത്തെ പറ്റി ഒന്ന് വിശേഷിച്ചു? പുലർച്ചെ 6:45 സൂര്യൻ ഉദിച്ച ഉടനെ ആരംഭിച്ച വേദപാരായണത്തോടുകൂടി അഗ്നി ആധാനം ചെയ്ത് ആരക്ഷാ ഹോമം ചെയ്ത് തയ്യാറാക്കിയ ത്രേതാഗ്നിയെ 11 കുണ്ടങ്ങളിലേക്ക് സമർപ്പിക്കുകയും ആചാര്യശ്രേഷ്ഠൻ അഗ്നിക്ക് സമർപ്പിക്കാൻ പോകുന്ന ദക്ഷിണാഗ്നി, ഗാർഹ്യപത്ന്യ, ആഹവനീയം എന്ന അഗ്നികുണ്ടങ്ങൾ ഒന്നിച്ചുള്ള ഈശാനകോണിലെ കുണ്ടത്തിൽ അഗ്നി പകരുകയും ചെയ്തു. അതിനെ തുടർന്ന് അതിമഹത്തായ വേദമന്ത്രങ്ങൾ കൃഷ്ണ യജുർവേദത്തിലെ തൈത്രിയ സംഹിതയിലുള്ള രുദ്രവും ചമവും ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുണ്ടങ്ങളിലും 11 തരത്തിലുള്ളതായ മന്ത്രങ്ങളെ ഉപയോഗിച്ച് അതിൽ 27 തരത്തിലുള്ള ദ്രവ്യങ്ങളെ ധൂപദീപ നൈവേദ്യ സമേതം സമർപ്പിക്കുന്ന മഹത്തായ ചടങ്ങാണ്. ഇതിൽ ജീവരാശികളെ മുഴുവനും ഏകോപിപ്പിക്കുക എന്നതാണ്. ജീവരാശികളെ മുഴുവനും ഏകീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഇന്ന് ഈ യാഗത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രഭാകരാനന്ദ സ്വാമികൾ ഇപ്പോൾ വിശദീകരിച്ചത്. ഇവിടെ നമുക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കണ്ടതാണ്. എന്തായാലും ഇത് മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കും. സംവിധായകനായും നടനായും എല്ലാം നമ്മുടെ എല്ലാം മനസ്സിൽ കയറി പറ്റിയ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുപിടിക്കുകയാണ്. എന്തെങ്കിലും? അതെ, ഞാൻ ഇങ്ങനെ ശനീശ്വരൻ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു യാഗം നടക്കുന്നു എന്നുള്ളത് ഒരു പോസ്റ്റ് കണ്ടിട്ടാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ കൊല്ലം ജില്ല വരെ വരികയായിരുന്നു. കാര്യങ്ങൾ നേരിട്ട് തന്നെയല്ല അതിൻ്റെ ഭാഗം. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചില യാഗങ്ങളിൽ ഇതിലൊക്കെ പോയിട്ടുണ്ട്. അതെൻ്റെ അതിൽ തന്നെ ഒരു വ്യത്യസ്തമാണല്ലേ? അതെ. മാത്രമല്ല കുറച്ചുകൂടി നമ്മളിപ്പോൾ സ്ത്രീ സാന്നിധ്യം കൂടെ അവരെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ശനി നമുക്ക് ഈ നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ താരതമ്യേന കുറവാണല്ലോ അല്ല. അപ്പോൾ എനിക്കെപ്പോഴും നവഗ്രഹങ്ങളുടെ ഒരു എന്തും ചെറിയ വലുതെന്നുള്ളതല്ല, ക്ഷേത്രം എന്ന് പറയുമ്പോൾ പോലും നമുക്കൊന്ന്
വളരെ അപൂർവമാണ് കേരളത്തിൽ. ഞാനിതിനു മുമ്പ് കുംഭകോണത്താണ് തമിഴ്നാട്ടിൽ കാണുന്നത്. നവഗ്രഹ പൂജകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ പഴയ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടേണ്ട, കൂടുതൽ നല്ല രീതിയിൽ നടത്തപ്പെടേണ്ട ഒരു കാലത്തല്ലേ നമ്മൾ? തീർച്ചയായിട്ടും കൂടുതലായി. കാരണം ആളുകൾക്ക് അല്ല, ഒന്നുകിൽ ഇപ്പം കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്ന ഈവൻ വിശ്വാസികളുടെ കാര്യമാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഈ തത്വം അറിയുന്ന വിശ്വാസി, തത്വം അറിയാത്ത വിശ്വാസി എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. വളരെ ബ്ലൈൻഡായിട്ട് ഒരു വിഷയത്തെ എല്ലാവരും തൊഴുകുന്നു, ഞാനും തൊഴുകുന്നു. എന്തിനാണ് തൊഴുകുന്നത്, എന്താണ് സംഭവം? അത് ഞാൻ ഇപ്പോൾ എനിക്ക് ഇവരെ ഒരു പോസ്റ്റിൽ ശനീശ്വര ഭഗവാന്റെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഗിരിജാജിയുടെ ആ ഒരു സാധനം എനിക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങളും പരിചയപ്പെടുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമുക്കത് കത്തി അല്ല, ഇത് നവഗ്രഹ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ശശയോഗം എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മൾ ജ്യോതിഷത്തിൽ പഠിച്ച ഒരു സാധനമാണ് അത്. ആ ഒരു സാധനം വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് വേറെ ഒരു ഇതും ഇല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഗം നടക്കുന്നു, ദാറ്റ്സ് ഓൾ അല്ലേ. ഏതോ ഒരു ക്ഷേത്രത്തിൽ യാഗം നടക്കുന്നു, മറിച്ച് അത് എന്താണ്, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണം നടക്കുന്നു, 2-ാം അധ്യായത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ഭഗവത്ഗീത ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് 2-ാം അധ്യായം? അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് അതേസമയം ഒരു ബേസിക്സ് അറിയുന്നൊരു വ്യക്തിക്ക് 2-ാം അധ്യായം സാങ്കേയോഗമാണ് കേട്ടോ, സാങ്കേതികത്തിൻ്റെ ബേസിക് ആയിരിക്കും എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമുക്ക് തീർക്കാം. ഇത് പോകുന്നത് തമ്മിൽ വ്യത്യാസമല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? എനിക്ക് ഇവിടുത്തെ എല്ലാ വിശ്വാസി സമൂഹത്തോടും തന്നെ പറയാനുള്ളത്, നമ്മൾ തത്വമറിയുന്ന വിശ്വാസികളാവണം, വെറും വിശ്വാസികളാവരുത്. ഇങ്ങനെയല്ല വെച്ചാൽ ബേസിക്സ് അറിയാതെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരും ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാറുണ്ട്. പക്ഷേ ജ്യോത്സ്യം പറയും ജോലി കിട്ടുമോ, ഉടനെ ജ്യോത്സ്യൻ 10ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയല്ലേ. എന്താണ് 10 എന്ന് നമുക്കറിയില്ല, എന്താണ് ചൊവ്വ എന്നറിയില്ല, ചൊവ്വയുടെ ദൃഷ്ടി എന്താണെന്ന് നമുക്കറിയില്ല. ഇയാളുടെ അങ്ങോട്ട് ചോദിക്കണം വിചാരിച്ച് ഇത്രയും വലിയ മഹാനോട് എങ്ങനെ ചോദിക്കും ഭഗവാനെ? ചോദ്യത്തിന് ഉത്തരവാകുന്നില്ല. എനിക്ക് ജോലി കിട്ടുമെന്നാണ് ചോദിച്ചു. ഇയാൾ പറഞ്ഞു 10ൽ ചൊവ്വയുടെ ദൃഷ്ടിയല്ലേ എന്ന്. അല്ല, ഇയാൾ പറയാം 10ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയല്ലേ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, വ്യാഴം ആരോ നോക്കിക്കോട്ടെ, എനിക്ക് ജോലി കിട്ടുമെന്നാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. ഈ ജ്യോത്സ്യനത് ക്ലിയറാണ്, കേൾക്കുന്നവനത് ക്ലിയർ അല്ല. യെസ്, ഇതേപോലെയാണ് പലപ്പോഴും. പിന്നെ നമുക്ക് ചോദിക്കാനും, ഞാൻ പറഞ്ഞ പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ അയാൾ വളരെ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ നമുക്ക് അത് ക്ലിയർ ആവുന്നില്ല. കാരണം നമുക്ക് ബേസിക്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയുണ്ട്. കാരണം അയാളുടെ ആ ലെവൽ നമുക്കില്ല. അയാൾ എത്രയും പറയണം 10ലേക്ക് ചൊവ്വ എന്ന് പറഞ്ഞ പാപഗ്രഹമാണ്, നിങ്ങളെ സംബന്ധിച്ചോളം ചൊവ്വ ഗുണം ചെയ്യുന്നതല്ല, അതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടൂല കേട്ടോ, കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതേപോലെയാണ് ഇവിടുത്തെ പല പ്രഭാഷണങ്ങളും ഇത് വരുന്നത്. ഇത് തന്നെയാണ് യാഗത്തിൻ്റെ കേസിലും വരുന്നത്. ആ യാഗം എന്ത്, അത് ആരെ, ഏത് ദേവതയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ദേവത എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് കാര്യം ചെയ്യുന്നേക്കാൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബേസിക്സ് അറിയാതെ വരുമ്പോൾ നമുക്ക് എന്തായി മാറി. ഇതെല്ലാം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി ഇവരെന്തൊക്കെയോ ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇവർ ആ പോസ്റ്റ് കണ്ടപ്പോഴേക്കും ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ആ ക്ഷേത്രം എന്താണ് എന്നുള്ള ആ ഇതിലേക്ക് വരുന്നു. അതുകൊണ്ട് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, അവിശ്വാസികളോട് പറയുന്ന എന്തിനേയും പഠിച്ചിട്ട് എതിർക്കുമെന്ന്, പക്ഷെ വിശ്വാസി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരാധിക്കുന്നതായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. മറ്റേ ഞാൻ അവിടെയും പോകുന്നു ഇവിടെയും പോകുന്നു, ഇങ്ങനെ തൊഴുതാൽ ഇങ്ങനെയെന്ന് പറയുന്നു, ദേവി ഭാഗവതത്തിൽ ദേവി നല്ലതെന്ന് പറയുന്നു, ശിവപുരാണത്തിൽ ശിവഭഗവാൻ നല്ലതെന്ന് പറയുന്നു, വിഷ്ണു പുരാണത്തിൽ പറയുന്നു ഈശ്വരത്തിൽ ആരായിരിക്കില്ലേ നല്ലത്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോളട്ടെ, കാരണം ഈ ശശമംഗള മഹായാഗത്തെ പറ്റി വിക്രമാദിത്യൻ്റെ സദസ്സിൽ നടന്നു എന്ന് പറയപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഇത് ഭാരതീയ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ ഇത്തരമൊരു യാഗം വീണ്ടും നടത്തുമ്പോൾ അതിനൊരു ചരിത്രപരമായ പ്രാധാന്യം കൂടി പറയുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള യാഗങ്ങൾ ഈവൻ അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന അതിരാത്രവും, ഇപ്പോൾ പൊതുവിൽ മലയാളികളോട് അതിരാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമേൻ്റെ പേരാണ് സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ ചോദിച്ചാൽ അതിരാത്രമോ ശരിയല്ലേ? കാരണം ഇന്നെ യാഗങ്ങൾ നടത്തിയാൽ മാത്രമേ അതിരാത്രത്തിൽ എത്താൻ പാടുള്ളൂ എന്നുള്ള ഇതുണ്ട്. അത് ആർക്കറിയാം? അത് ഞാൻ പറയുന്നത്, ഞാൻ വിശ്വാസി സമൂഹം തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസി സമൂഹം ബേസിക്സ്, ഇപ്പം നിങ്ങളീ പറഞ്ഞൊരു സാധനം ഈ ഇതിൻ്റെ ന്യൂസ് കേൾക്കുമ്പോഴേ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ഒരാൾക്ക് അത് ക്ലിയർ ആവുമെങ്കിലും ഒരു ടിപ്പിക്കലൊരു മനുഷ്യന് നിങ്ങൾ പറഞ്ഞത് വരില്ല. അവർക്ക് എന്താണ്, പലയിടത്തും നടക്കുന്നൊരു യാഗം ഇവിടെയും നടക്കുന്നു. അല്ലാണ്ട് അത് ശനീശ്വരൻ ആയിക്കോട്ടെ, അത് ശനീശ്വര ഭഗവാനായാലും ഇതൊക്കെ ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ഓൾറെഡി ഒരു 50-50 പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അങ്ങ് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നു.
നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലമുണ്ട്. ഇവിടെ ഇതൊരു സംഘാടകയായിട്ടുള്ളതിൻ്റെ ഒരു പ്രധാന സംഘാടകയാണ് ഗിരിജ ചേച്ചി. ഗിരിജ ചേച്ചി ഇപ്പോൾ ഇത്ര വലിയൊരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്, ചരിത്രപരമാണ് അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത അധികം നടന്നിട്ടില്ലാത്തൊരു യാഗം നടത്തുന്നതിലേക്ക് കേരളത്തിൽ സാധാരണ ശനീശ്വരന് വേണ്ടിയിട്ടുള്ള യാഗങ്ങൾ നടന്നിട്ടില്ല. കാര്യം മലയാളികൾക്ക് പൊതുവേ ശനീശ്വരനെ കുറച്ച് പേടിയാണ്. പക്ഷേ അത് വേണ്ട. നമുക്ക് ശനീശ്വര പ്രീതി കൊണ്ട് നമുക്ക് കണ്ടകശനി, ഏഴശനി തുടങ്ങിയിട്ടുള്ള ദുരിതപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക്, വിശ്വാസികൾക്കറിയാം. അപ്പോൾ അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി കൊറോണ മാറിയ ഈ കാലഘട്ടത്തിൽ, പ്രകൃതിയൊക്കെ മലിനസപ്പെട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ ആ പ്രകൃതിക്കൊരു ശുദ്ധി, അതുപോലെ മനുഷ്യൻ്റെ നന്മ, ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി, രോഗകാരകൻ കൂടിയാണ് ശനീശ്വരൻ, അതറിയാം പലർക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സമ്പൂർണ്ണമായ ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ശശമംഗള മഹായാഗം അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു യാഗം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കുണ്ടങ്ങളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞ്, സ്ത്രീകളിരുന്ന് ഹോമങ്ങൾ നടത്തുന്നു. അത് എല്ലാ യാഗങ്ങളിലും ഇത് സാധാരണ പതിവില്ല. പക്ഷേ ശനീശ്വരൻ്റെ മുന്നിൽ ഉള്ള യാഗത്തിൽ സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും, അത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ, അതുപോലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യാഗമാണ് ഇവിടെ നടക്കുന്നത്. വിഷ്ണു, അങ്ങനെ ചരിത്രപരമായ യാഗം നടക്കുന്നു. അവിടെ സ്ത്രീയും പുരുഷനുമൊന്നും അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളുമില്ലാതെ യാഗം മംഗളകരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നാടിനും നാട്ടാർക്കും പ്രകൃതിക്കുമൊക്കെ നല്ലത് വരണമെന്ന പ്രാർത്ഥനകളിലൂടെ അവർ ആ യാഗവുമായി മുന്നോട്ട് പോവുകയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.